എടോ, അറിഞ്ഞല്ലോ കാര്യങ്ങള്. ഹരീഷിനെ കാണാനില്ല. കാണാനില്ലെന്നോ? ആ, താൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നെ? എനിക്കൊന്നും അറിയാത്തതുകൊണ്ട്. ആ പയ്യൻ എവിടെ പോയതാ? ഡോ, താൻ എന്തെങ്കിലും ചെയ്തോ? ദേ വക്കീലേ, ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ അവൻ എവിടെ പോയതാ? രമാകാന്തനോട് താനൊന്ന് തിരക്കി നോക്ക്. അവന്റെ പെങ്ങളുടെ കല്യാണമായിട്ട് ഓരോരുത്തരെയും സ്വീകരിക്കാൻ ഓടി നടക്കുക. അതിനിടയ്ക്ക് അവൻ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം? താൻ വിഷമിക്കണ്ടടൂ. പുറത്തേക്ക് എവിടെയെങ്കിലും പോയതായിരിക്കും. ഉടനെ തിരിച്ചു വരും. എന്റെ മനസ്സിലൊരു ഭയം പോലെ. അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. നമ്മുടെ 2 മക്കളുടെയും കല്യാണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. എടോ, ഞാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്യാം. താനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്തിട്ടെങ്കിലും ഹരീഷിനെ തിരിച്ചെത്തിക്കണം. ഇത് വലിയ ശല്യമായല്ലോ. വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ പ്രൊഫസർ ബാലേന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങും വക്കീലേ. ഇന്നത്തെ ദിവസം പോലും ചേച്ചിയുടെ സന്തോഷമല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത്, അവളുടെ പ്രസൻസാ. അമ്മ എന്തിനാ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. അമ്മയ്ക്കെന്തോ വിഷമമുണ്ടല്ലോ. ഒന്നുമില്ല മോളെ. അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഓർമ്മ വെച്ച നാളെ മുതലേ നിങ്ങൾ 2 ആളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയാ ഞങ്ങള്. എന്റെ സങ്കടങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. ഇപ്പോഴത്തെ എന്റെ മനസ്സിന്റെ ഭാരം എന്താണെന്ന് നിങ്ങൾക്കുടനെ അറിയാൻ കഴിഞ്ഞേക്കും. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും മോളുടെ കല്യാണം ഒന്ന് കഴിയണമെന്നേ ഉള്ളൂ. എന്നാ എനിക്കങ്ങനെ അല്ല. ഈ വിവാഹം മുടങ്ങിപ്പോയാ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയൊന്നും നീ ചിന്തിക്കല്ലേ മോളെ. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ. ഞാനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാ. ഈ കല്യാണം തടസ്സപ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പായി കഴിഞ്ഞു. ആഹാ, നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? അത് കൊള്ളാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞോണ്ടിരിക്കുക. കല്യാണ ചെക്കനെ കാണാനില്ലാന്ന്. മോളെ അനുശ്രീ, ആദ്യം നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ വരട്ടെ. എന്നിട്ട് മതി ഇനിയുള്ള നിന്റെ ഒരുക്കങ്ങളൊക്കെ. ഹരീഷേട്ട എങ്ങോട്ടാ പോയത്? ആർക്കും അറിയത്തില്ലെന്നാ പറഞ്ഞേ. ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇനി പയ്യൻ ഈ കല്യാണത്തിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നോ എന്തോ. കള്ളം പറയുന്ന നാവാ ചേച്ചി, അതുകൊണ്ട് വിശ്വസിക്കണ്ട. വേണ്ട, വിശ്വസിക്കണ്ട. മോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്. അപ്പൊ കാണാം അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ ഹരീഷ് എവിടെ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത്. അപ്പൊ എന്റെ നാവ് നല്ലതാന്ന് മോൾക്ക് തോന്നും. എന്താ? എടാ, ഇന്ന് വരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കാര്യം നേടിത്തരാൻ വേണ്ടി നിന്റെ കാല് പിടിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെ ഞാൻ എന്ത് വേണേലും ചെയ്യാം. അവളുടെ വിവാഹം മുടങ്ങിപ്പോരുതടാ.
പയ്യനെ കാണാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ സാറാ വേണ്ടത്? ഇങ്ങനൊരു അവസരത്തിൽ എന്തായാലും കല്യാണം നടക്കണ്ടേ അച്ഛാ? എങ്ങനെ നടക്കുമെന്നായി പറയുന്നേ? ഹരീഷ് മടങ്ങി വന്നാൽ പോലും മുഹൂർത്തം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ലല്ലോ. വല്ലാത്തൊരു പ്രതിസന്ധിയായി പോയല്ലോ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. എന്ത് പരിഹാരം കാണാനാടോ വക്കീലേ? ഇന്നെന്ത് സംഭവിച്ചാലും ഈ കല്യാണം നടന്നേ പറ്റൂ മോനെ. അത് തന്നെ അച്ഛനും പറയുന്നേ. നീ എന്തിനാ കൊച്ചി ഇന്നിങ്ങോട്ട് വന്നത്? ഇവള് വന്നതിന് എന്താ മുത്തശ്ശി കുഴപ്പം? അല്ല, വരാൻ പാടില്ലാത്തവർ ചില ചടങ്ങിന് വന്ന പലതും സംഭവിക്കും. ഈ കൊച്ചിന്ന് ഈ കല്യാണത്തിന് വരുന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ. പിന്നെ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് മുത്തശ്ശി വെറുതെ പറഞ്ഞായിരിക്കും. അത് മാത്രമല്ല, ഞാനിവിടെ വന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞില്ലേ? അതിനി ഇവിടെ എല്ലാവരും പറയും. ആ പേരുദോഷം ഒഴിവാക്കിയേ പറ്റൂ. അതിന് നിന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ നീ ചെയ്തു തരണം. ആ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരില്ലേ? പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞോളാം. ആദ്യം അതേപ്പറ്റി എനിക്ക് മറ്റു ചിലരോട് ആലോചിക്കാനുണ്ട്. എന്ത് ചെയ്യാനാടി? അതൊക്കെ ഞാൻ പറയാം. എന്താ മോളെ, എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് അമ്മ വ്യക്തമായിട്ട് കേൾക്കണം. അനുവിന്റെ മുത്തശ്ശി പറഞ്ഞത് അമ്മ കേട്ടല്ലോ. മുഹൂർത്തം തെറ്റാൻ പാടില്ല. ഇത്രയും നല്ല മുഹൂർത്തം ഇനി കല്യാണത്തിനായിട്ട് കിട്ടില്ലെന്ന മുത്തശ്ശി പറഞ്ഞ്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഒരു മാർഗമുണ്ടമ്മേ, പക്ഷെ അത് അമ്മ കൂടെ വിചാരിക്കണം. എന്താ മോളെ ഇങ്ങനെ? നീയും അനുവൊക്കെ എനിക്കൊരുപോലെയല്ലേ? അപ്പൊ പിന്നെ മോള് പറയുന്നത് ഞാൻ കേൾക്കാതിരിക്കുവോ? അമ്മ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം ഞാൻ പറയുന്നത് കേൾക്കുന്നു. അതെന്താ അങ്ങനെ ചിന്തിക്കുന്നേ? എങ്കിലേ എനിക്ക് വിശ്വാസം വരത്തുള്ളൂ. അതാ പറഞ്ഞേ. ദേ, തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. മോള് പറയുന്നത് ഞാൻ കേട്ടോളാം. മുഹൂർത്തം മുടങ്ങാതിരിക്കാൻ ഇവിടെ ഹരീഷേട്ടന് പകരം ഒരാള് അനുവിന്റെ കഴുത്തിൽ താലി കെട്ടണം. ഹരീഷേട്ടൻ എന്തായാലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കല്യാണം നടന്നേ പറ്റൂ. അതിനിപ്പോ എളുപ്പം ഒരാളെ കണ്ടെത്തണ്ടേ മോളെ? ഒരാളുണ്ട്. അയാളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ആരാ അത്? പിന്നെ അത് പിന്നെ അമ്മയുടെ മോനാ. എന്തൊക്കെയാ മോളി പറയുന്നത്? ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലമ്മേ. എന്റെ മോളെ, നിന്നെ കൊണ്ട് ചന്തുവിനെ വിവാഹം കഴിപ്പിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കും ചന്തുവിനെ ഇഷ്ടം. പക്ഷെ ചന്തുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ല അമ്മ.
അവൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ നീയുണ്ട്. ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇവിടെ എൻ്റെ അനിയത്തിയുടെ ജീവിതം അതൊരിക്കലും തകരാൻ പാടില്ല. അമ്മയ്ക്കറിയാലോ ഈ ഹരീഷ് എന്ന് പറയുന്നവന്റെ കാര്യം. അയാൾക്ക് അനുവിനെ എപ്പോഴും സംശയ. അങ്ങനെ ഒരാളെ അനു വിവാഹം കഴിക്കണ്ട. എനിക്കെന്തോ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അമ്മ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതാ, എന്നിട്ട് മാറരുത്. ഇതെന്റെ ആഗ്രഹം അമ്മ. ഒരു കാരണവശാലും അനുവിന്റെ വിവാഹം മുടങ്ങരുത്. അത് അവളെക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത് അച്ഛനായിരിക്കും. അമ്മ, ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. എത്രയും പെട്ടെന്ന് ചന്തുവിനോട് വിവരം പറയണം. എന്നിട്ട് മണവാളന്റെ വേഷം ധരിച്ച് എത്രയും പെട്ടെന്ന് കതിർ മണ്ഡപത്തിലേക്ക് വരാൻ പറയണം. മോള് തന്നെ പറഞ്ഞാ മതി. ഞാൻ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കും. പക്ഷേ ഇത് പറയാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ പറഞ്ഞോളാം. പക്ഷെ ആ സമയത്ത് അമ്മ കൂടെ നിൽക്കണം. ഞാൻ ഇന്നേ വരെ അമ്മയോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ സ്വർണം പോലും അമ്മ എനിക്ക് ദാനമായിട്ട് തന്നതാ, ഞാൻ പറയാതെ തന്നെ. എന്നാ ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് തന്നെ ആവശ്യപ്പെടുക. ചന്തുവിനെ എന്റെ അനിയത്തിക്ക് കിട്ടണം. അവനെപ്പോലെ ഒരുത്തൻ തന്നെ ആവണം അവളുടെ ഭർത്താവായിട്ട് വരേണ്ടത്. ശരി, എന്നാ ചന്തുവിനെ ഞാൻ കാണാം. സാറേ, മുഹൂർത്തം തെറ്റാതിരിക്കാൻ ചന്തുവിനെ കൊണ്ട് അനുമോളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യമാണ് ശാരിമോള് പറയുന്നത്. എന്തൊക്കെയാ മോളി പറയുന്നേ? അച്ഛൻ എതിർത്തൊന്നും പറയരുത്. ചന്തു അനു സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കും. ഞാനൊരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല മോളെ. വിവാഹം മുടങ്ങിയെന്ന് കരുതി ചന്തുവിനെ അതിനുവേണ്ടി പ്രഷർ ചെലുത്തുന്നത് ശരിയല്ല മോളെ. അമ്മ വാ. ചന്തു, ഞാൻ വിളിക്കാമേ. എന്താ? പെട്ടെന്നൊരു വെള്ളമുണ്ട് ഷർട്ടും ധരിച്ച് കതിർ മണ്ഡപത്തിലേക്ക് വരണം. എന്തിന്? മോള് പറയുന്നത് നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ അനുമോളുടെ കല്യാണം നടക്കണമെന്നാ. അതിന് നീ അനുവിന്റെ കഴുത്തിൽ താലി കെട്ടണം. ഇവക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലാതായോ? സ്വബോധത്തോടെ ഞാൻ സംസാരിക്കുന്നത്. ഹൃദയം നിന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മുടെ സാറ്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രൊഫസർ. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കാതിരിക്കരുത്. സാറാണോ നിന്നോട് ഇത് പറഞ്ഞത്? അല്ല മോനെ, ഇത് മോളുടെ തീരുമാനോ? നീ എന്തിനാ ശാരി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അമ്മ എന്താ ഒന്നും പറയാത്തെ? എടാ, ഞാൻ എന്ത് പറയാനാ? എനിക്കിതിനെ എതിർക്കാൻ പറ്റില്ല. മോള് അത്രയ്ക്ക് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ തന്നെ അനുമോളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന്. കൂടുതലൊന്നും ഇനി ആലോചിക്കാനില്ല. നീ ഇത് ചെയ്തില്ലെങ്കിൽ നീയും അമ്മയൊന്നും ഒരിക്കലും എന്നെ കാണില്ല. ആരും കാണില്ല. ഹരീഷിന്റെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ? ആരും ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷെ പകരം മുഹൂർത്തം തെറ്റാതിരിക്കാൻ ഒരാളെ തേടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ചന്തു മുഹൂർത്ത സമയത്ത് ഹരീഷിന് പകരമായിട്ട് കതിർ മണ്ഡപത്തിലുണ്ടാവും. എന്നുവെച്ചാ ചന്തു അനുമോളുടെ കഴുത്തിൽ താലി കെട്ടുവന്ന്. അതെങ്ങനെ ശരിയാവും?
എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാ അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അനുമോളോട് അഭിപ്രായം ചോദിച്ചോ? നീയല്ലേ അമ്മ, അപ്പൊ നീ പോയി ചോദിക്കേ. എനിക്ക് തോന്നുന്നില്ല അവൾ അതിന് സമ്മതിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ അമ്മ സമ്മതിപ്പിക്കണം. നീ മോളെ ദേഷ്യത്തെ നോക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ഇഷ്ടത്തോടെയൊന്നും അല്ല ഇത് ചെയ്യുന്നത്. പിന്നെ വേറെ നിവൃത്തിയില്ല. കണ്ടില്ലേ, അവർക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ മോനെ. പിന്നെ അവളോട് അങ്ങനെ പറഞ്ഞ അവൾ അതിൽ കയറി പിടിക്കും. അതുകൊണ്ടാ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞത്. ഇതെന്നെ കൊല്ലുന്ന പണിയായി പോയില്ലേ ശാരി? ചന്തു, ഞാൻ നിന്റെ കാല് പിടിക്കാം. അനുവിന് നിരാശയോടെ ഇവിടെ നിന്ന് പോകേണ്ടി വരരുത്. അനുവിന് ആ സംശയരോഗി ഇഷ്ടമല്ലെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? പിന്നെ ഈ കല്യാണം മുടങ്ങുന്നതിന് അവൾ നിരാശയാവണോ? എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അച്ഛന് പറ്റില്ല. അതുകൊണ്ടാ നിന്നോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുന്നേ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മോളെ, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ. അമ്മ, ഒരു കാരണവശാലും അമ്മ ഇതിനെ എതിർക്കരുത്. അനു നല്ല കുട്ടിയാ അമ്മ, ചിട്ടയോടെ വളർന്ന കുട്ടിയാ. പക്ഷേ കല്യാണം കഴിച്ചു വരുന്ന അവൾ മോളെ സ്നേഹിക്കൂ? എന്നെ സ്നേഹിക്കണ്ട. ചന്തുവിനെ അനുവിനെ അമ്മ സ്നേഹിച്ചാ മതി. നിങ്ങളൊക്കെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിച്ചാ മതി. അത് കാണുന്നത് അമ്മ എന്റെ സന്തോഷം. കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ ദേവു. എന്തിനാ ഇവിടെ ഇരിക്കുന്ന? ഇനി എന്തായാലും ഹരീഷേട്ടൻ വരാൻ പോകുന്നില്ല. മോളെ, കല്യാണ പയ്യൻ വന്നില്ലാന്ന് കരുതി മുഹൂർത്തം തെറ്റണ്ട മോളെ. ആ പയ്യന് പകരം വേറൊരാള് താലി കെട്ടാൻ തയ്യാറാ. ചന്തുവിന്റെ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? മോൾക്ക് ചന്തുവിനോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? നിങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നവരായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മോൾ അനുകൂലിച്ചില്ലെന്ന് വരും. ചന്തു ആദ്യം എതിർത്തതാ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സൊന്ന് മാറിയിട്ടുണ്ട്. ഇനി മോള് എതിർപ്പൊന്നും പറയരുത്. മോളെ മരുമോളാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ, നല്ലൊരു മുഹൂർത്തമല്ലേ? ആ സമയത്ത് നല്ലൊരു കാര്യം നടക്കണ്ടേ? അമ്മ ഇതിന് സമ്മതിച്ചോ? അമ്മയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എതിർപ്പൊന്നും പറയണ്ട. മോളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.
മോളുടെ വിവാഹം മുടങ്ങരുതെന്ന്. അതിനി നമ്മുടെ മുന്നിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല. ചന്തുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണ പയ്യനായിട്ട് വരാൻ. ഏതായാലും വേഗം റെഡിയായിട്ട് വാ. എന്തമ്മ ഇതൊക്കെ? മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ എല്ലാരും പറയുന്നത് ചേച്ചി കേൾക്കണം. നമ്മുടെ നാട്ടില് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. മുഹൂർത്ത സമയത്ത് ആണും പെണ്ണും ഒക്കെ കാല് മാറുമ്പോ ഇതുപോലുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്നില്ലേ? അങ്ങനെ കരുതിയാ മതി.